നമ്മൾ കാണാൻ പോകുന്ന മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽക്കട്ടയിലെ ഒരു ഫേമസ് സൂളജിക്കൽ പാർക്കിലാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ഇതൊക്കെ ശില്പങ്ങളാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ടിക്കറ്റ് എടുത്തു, 50 റുപ്പീസ് അഡൾട്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നും അകത്തേക്ക് അലൗഡ് അല്ല. ഇത് ആനിമൽസിനെ കാണാനുള്ള ഓരോ നമ്പറുകളാണ്, റൂട്ടുകളും. ഇത് ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. കയറുമ്പോൾ തന്നെ കാണാം, നല്ല മനോഹരമായ ഗാർഡൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഗാർഡൻ. ഈ കാണുന്ന വെഹിക്കിൾ പെർ പേഴ്സൺ 100 റുപ്പീസ് ആണ്. 8 പേരാകുമ്പം ഇത് സൂ മുഴുവൻ കൊണ്ട് കാണിച്ചു തരും. ഇത് എൻട്രിയാണ്, നല്ല മനോഹരമായിട്ടുണ്ട്. നമുക്ക് ആനിമൽസിനെ കാണാം. ഇനി ഇവിടെ നിങ്ങോട്ട് പക്ഷികളുടെ സെക്ഷനാണ്. ഈ മയിലൊന്ന് പീലി വിടർത്തി കിട്ടാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് മുതലക്കുളമാണ്. മുതലയെ കാണാം, വെള്ളത്തിൽ കിടക്കുന്നതിനെ കാണാം, പിന്നെ കുറച്ച് ദൂരെ ഒരെണ്ണത്തിനെ കാണാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ സൂ പാർക്കാണിത്. 19ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ, അതായത് 1800-ൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഇത് സ്ഥാപിച്ചത്. 1876-ൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പിന്നെ കൊൽക്കത്തയിലെ ഒരു പ്രധാന ചരിത്ര നാഴികക്കല്ലായി മാറുകയായിരുന്നു. ഇപ്പോൾ ഇത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു.
ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് 9 AM ടു ഈവനിങ് 5 PM വരെയാണ് സൂ പ്രവർത്തിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ 4:30 ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ തേഴ്സ്ഡേയും സൂ ക്ലോസ് ആയിരിക്കും. പിന്നെ ഡിസംബർ 15 മുതൽ ജാനുവരി 31 വരെ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കും. കാരണം അപ്പോഴാണ് ഇവിടെ കൊൽക്കത്തയിലെ ടൂറിസം സീസൺ, അതായത് മഞ്ഞുകാലം. ബംഗാൾ ടൈഗറിൻ്റെ സെക്ഷനാണ്. നമുക്ക് ടൈഗറിനെ കാണാം. ഇന്ന് ഞാൻ പോകുന്നത് ജിറാഫിൻ്റെ സെക്ഷനിലേക്കാണ്. എലഫന്റ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. സ്നേക്കിൻ്റെ സെക്ഷനാണ്. ഇതിനകത്ത് ക്യാമറ വളരെ റിസ്ക് ആണ്, എന്നാലും ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.